നമസ്കാരം. മാന്യ മുസ്ലിം സഹോദരങ്ങളെ, ഞാൻ കുണ്ടാറ് ഹാരിസ് എന്ന വ്യക്തിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പത്രത്തിൽ കണ്ട ഒരു വാർത്തയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹാരിസ് സഖാഫി എന്ന് പറഞ്ഞ് ഒരു വ്യക്തി, ഒരു യുവാവ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇന്ന് SPO's ഓഫീസിൽ കൊണ്ടുവന്നപ്പോ അവിടെ ഞാനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തോട് കുറ്റം സമ്മതിക്കാൻ വേണ്ടി പോലീസുകാർ നിർബന്ധിക്കുന്നതാണ്. ഇപ്പോൾ പോലീസുകാരായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ഞാൻ. അതിനെക്കുറിച്ച് അന്വേഷിച്ചു. മുക്കുപണ്ടം എന്ന് പറഞ്ഞ് സ്വർണമാണെന്ന് പറഞ്ഞ് മുക്കുപണ്ടം കൊടുത്ത് 75,000 ചില്ലാനം രൂപ, 75,000 രൂപ ബാങ്കിൽ നിന്ന്, മുള്ളേരിയ ബാങ്കിൽ നിന്ന് എടുത്തു എന്നാണ് കേസ്. ശരിക്കും അദ്ദേഹത്തെ കൊടുക്കുകയാണ് ചെയ്തത് എന്ന് അവിടുത്തെ ഒരു താഴ്ന്ന നിലയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറയാം. ആ ഒരു മതപണ്ഡിതനെ അവിടെയുള്ള ചില ആളുകൾ കൊടുക്കുകയായിരുന്നു. അദ്ദേഹം കുറച്ച് സ്ട്രോങ് ഉള്ള കൂട്ടത്തിലാണ്. ഈ ഗ്രൂപ്പുകളുണ്ടല്ലോ, ഈ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഈ ഗ്രൂപ്പ്, അതിലൊരു വിവാദത്തിന്റെ വളരെ ഗൗരവമുള്ള അതിശക്തമായി പ്രവർത്തിക്കുന്ന കൂട്ടത്തില് ഒരു ചൂടായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം സ്വർണവുമായി, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ സ്വർണവുമായി മുള്ളേരിയയിൽ വന്നപ്പോ ബാങ്കിൽ ജോലി ചെയ്യുന്നത് BJP-ക്കാരനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ BJP-ക്കാരനുമായി ലിങ്കുള്ള ഒരാൾ ആ സമയത്ത് ഈ മുസ്ലിം ലീഗിന്റെ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പണയം വെച്ചിട്ട് പൈസ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇയാൾക്കൊരു സൂത്രം തോന്നി. ഇയാൾ ആ ബാങ്ക് ഉദ്യോഗസ്ഥനുമായി ചേർന്ന് അവിടെ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കുകയും ആ സ്വർണത്തിന് മുക്കുപണ്ടത്തിന്റെ ഒരു കഥ സൃഷ്ടിച്ച് സ്വർണമല്ല മുക്കുപണ്ടമാണെന്ന് വരുത്തി തീർത്ത് ഒരു കോലാഹലം ഉണ്ടാക്കുകയും അതിന് ആ മുസ്ലിം ലീഗിന്റെ ആ ഏരിയയിലെ ഒരു ചെറിയ നേതാവും ആ ബാങ്ക് ഉദ്യോഗസ്ഥനായ BJP-ക്കാരനും തമ്മിലുള്ള ഒത്തുകളിയുടെയും ഗൂഢാലോചനയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നതാണ് എന്നും പിന്നീട് ലീഗിന്റെ ജില്ലാ നേതാക്കളെല്ലാം SP സാറിനെ വിളിച്ച് ഇതിനെ കേസ് ആ നിലയിൽ തന്നെ ആക്കണമെന്നും പത്രത്തിൽ മുക്കുപണ്ടമാണ് കൊണ്ടുവന്നത് എന്ന് എഴുതിപ്പിടിപ്പിക്കണമെന്നും പറഞ്ഞ് ഒരു കേസ് മെനയുകയായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. എന്റെ അറിവനുസരിച്ച് ഞാൻ ഇത് നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇത് ഒരു കുടുക്കാണ്. രാഷ്ട്രീയ പകപോക്കൽ എന്നൊക്കെ പറയും. രാഷ്ട്രീയ പകപോക്കൽ. ഈ രാഷ്ട്രീയ പകപോക്കലിൽ തകർന്നു വീഴുന്നത് ഈ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണല്ലോ എന്നോർത്തപ്പോ എനിക്ക് ഈ രാഷ്ട്രീയക്കാരോട് വല്ലാത്ത പുച്ഛം തോന്നി. സഹോദരിയുടെ സ്വർണവുമായി അത്യാവശ്യത്തിന് ഒരു 75,000 രൂപ ബാങ്കിൽ നിന്ന് എടുക്കാൻ വന്ന ആ ഒരു യുവാവിനോട്, ഹാരിസ് സഖാഫി എന്ന് പറയുന്ന ആ യുവാവിനോട് രാഷ്ട്രീയക്കാർക്കുള്ള മുൻവിരോധം മുതലെടുക്കുന്നതിന് ബാങ്ക് ഉദ്യോഗസ്ഥനായ BJP-ക്കാരനായ വ്യക്തിയെ വിലക്കെടുത്ത് കേസാക്കി വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിച്ച് പത്രവാർത്ത ഉണ്ടാക്കി അദ്ദേഹത്തെ കുടുക്കിയിരിക്കുകയാണ്. ഇത് ശരിക്കും മനസ്സിലാക്കി അദ്ദേഹവുമായി ബന്ധമുള്ള ആളുകൾ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. ഇനി നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അന്വേഷിക്കുകയും
ആ കേസിനെ കുറിച്ച് പഠിക്കുകയും ചെയ്യുക എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഓക്കെ, ഈ വോയിസ് ഒരു നല്ല കാര്യമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നിങ്ങൾക്കിതിനെ ഷെയർ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.